ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എ സെഷൻ. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോഗറിതംസ് എന്നുള്ള ടോപ്പിക്കാണ്. ഓക്കെ, ലോഗറിതംസ് ഒരു ഫൗണ്ടേഷൻ ടോപ്പിക്കാണ്. നമ്മൾ ഏത് എഞ്ചിനീയറിംഗ് എൻട്രൻസിന് പറയുകയാണെങ്കിലും ലോഗറിതംസ് ഒരു ഫൗണ്ടേഷൻ ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നീറ്റിനാണെങ്കിലൊക്കെ നമ്മൾ ലോഗറിതംസ് യൂസ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി നമ്മൾ എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ ലോഗറിതംസിനെ കാണുമ്പോൾ നമ്മൾ വേറൊരു രീതിയിലാണ് കാണുക. നീറ്റിനൊക്കെ നമ്മൾ കാൽക്കുലേഷന് വേണ്ടിയാണ് ലോഗറിതംസ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ തെർമോഡൈനാമിക്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പി എച്ചിന് ഇക്വേഷൻ പഠിക്കുന്നുണ്ട് അല്ലേ. പി എച്ച് ക്യാൻ ബി നോട്ട് ഇൻ തെർമോഡൈനാമിക്സ് ബട്ട് ഇൻ ഇക്വിലിബ്രിയം അല്ലെ. ഇക്വിലിബ്രിയത്തിൽ എന്താ പറയുന്നത്, പി എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ലോഗറിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് അയോൺസ്. അതേപോലെ തെർമോഡൈനാമിക്സിൽ വർക്ക് ഡൺ എന്ന ഇക്വേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഫിസിക്സിലുണ്ട്, കെമിസ്ട്രിയിലുണ്ട്. വർക്ക് ഡൺ എന്താ, ഡബ്ല്യു ഇസ് ഈക്വൽ ടു എൻ ആർ ടി എൽ എൻ വി ഫൈനൽ ബൈ വി ഇനീഷ്യൽ എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ പല ടോപ്പിക്കിലും എന്ത് ചെയ്യുന്നുണ്ട്, ലോഗറിതംസ് കയറി വരാറുണ്ട്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ടോപ്പിക്കിനെ നമ്മൾ ഈ ലെക്ചറിൽ പഠിക്കാൻ തുടങ്ങുകയാണ്. ഓക്കെ, സോ ദിസ് വിൽ ബി എ സീരീസ് ഓഫ് വീഡിയോസ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ആയിരിക്കും ഇത്. സോ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്നുള്ള ഐഡിയയിൽ നിന്നാണ് ലോഗറിതംസ് ആദ്യം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. സോ y is equal to a raised to x എന്നുള്ള രൂപത്തിലെ ഫംഗ്ഷനാണ് നമ്മൾ വിളിക്കുന്നത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വിളിക്കുന്നത്. ഇവിടെ എന്റെ പ്രത്യേകത എന്താ, എ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എക്സ് ക്യാൻ ടേക്ക് എനി റിയൽ വാല്യൂസ്. ഓക്കെ, ഇവിടെ എ ഒരിക്കലും എന്താ പറ്റില്ല, 1 ആവാൻ പറ്റില്ല കേട്ടോ. ദാറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. y is equal to 1 raised to x എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ ഗ്രാഫ് എങ്ങനെ വരിക, എപ്പോഴും y is equal to 1 എന്നുള്ള സ്ട്രേറ്റ് ലൈനോട് പാസ് ചെയ്യുന്ന ലൈനായി പോകും. സോ അതിനൊരു എക്സ്പോണൻഷ്യൽ എന്നുള്ള മീനിങ് ഇല്ല. ഓക്കെ, സോ എ എന്താ പാടില്ല, 1 ആവാൻ പാടില്ല. സോ ഇവിടെ y is equal to a raised to x എന്ന് നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മൾ എനെ വിളിക്കുന്ന പേരാണെന്ത്, a is called as the base. a is called as the base and x is called as the exponent. ഓക്കെ, ഇതൊക്കെ ബേസിക് ഐഡിയാസ് ആണ്. ഇനി നിങ്ങൾക്ക് എക്സ്പോണന്റ് റൂൾസ് ഒക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്താണ്, എ റൈസ് ടു എം പ്ലസ് എൻ ആണ്. അതേപോലെ എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ എന്താണ്, എ റൈസ് ടു എം മൈനസ് എൻ ആണ്. അതേപോലെ എ റൈസ് ടു എം ദി ഹോൾ റൈസ് ടു എൻ എന്താണ്, എ റൈസ് ടു എം എൻ ആണ്. ഈ ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതേപോലെ എ റൈസ് ടു 1 ബൈ എൻ എന്ന് പറഞ്ഞാൽ എന്താ, nth റൂട്ട് ഓഫ് എ എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ എന്ന് നമ്മൾ പുറത്തിടും. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് എനെ നമ്മൾ എ റൈസ് ടു 1 ബൈ 2 എന്ന് എഴുതാറില്ലേ. സോ അതേപോലെയുള്ള ഐഡിയാസ് ആണ്. ഇത് സ്ക്വയർ റൂട്ട് എന്നുള്ള മീനിങ് കൊണ്ടാണ് ഇവിടെ 2 എന്ന് എഴുതുന്നത്. ക്യൂബിക് റൂട്ട് ആണെങ്കിലോ നമ്മളിങ്ങനെ എ എന്ന് എഴുതിയിട്ട് ഇവിടെ 3 എന്ന് ഇടും, വിച്ച് ഈസ് എ റൈസ് ടു 1 ബൈ 3. സോ എക്സ്പോണർ റൂൾസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പഠിച്ചു. സോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഡക്റ്റിന് നമുക്ക് സമ്മാക്കാൻ പറ്റും അല്ലെ, ഡിവിഷനെ നമുക്ക് മൈനസ് ആക്കി എഴുതാൻ പറ്റും. അങ്ങനത്തെ ഐഡിയാസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. സോ ഈ y is equal to a raised to x രണ്ട് കേസ് ഉണ്ട് അല്ലെ. a ഗ്രേറ്റർ ദാൻ 1, y is equal to a raised to x എന്നുള്ള ഫംഗ്ഷനിൽ രണ്ട് കേസ് ഉണ്ട്, a ഗ്രേറ്റർ ദാൻ 1ഉം അതേപോലെ 0 ലെസ് ദാൻ a ലെസ് ദാൻ 1. അതായത് 0ന്റെ 1ന്റെ ഇടയിലാണ് എക്സ്പോണന്റ് എങ്കിൽ വേറൊരു ഗ്രാഫാണ് വരിക. ആ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ എക്ക് ഞാൻ 2 എന്നുള്ള നമ്പർ കൊടുക്കുകയാണ്. സോ y is equal to എന്താണ്, 2 raised to x എന്ന് നമുക്ക് കിട്ടും. സോ എക്സ് വൈ ടേബിൾ വരക്കുകയാണെങ്കിൽ ഞാൻ എക്സിന് 1 കൊടുത്തു, അപ്പോൾ y എന്താ 2. ഞാൻ എക്സിന് 2 കൊടുത്തു, അപ്പോൾ y എന്താ 4. ഞാൻ എക്സിന് 3 കൊടുത്തു, y എന്താ 8 വരും അല്ലേ. എക്സിന് 4 കൊടുത്തു, അപ്പോൾ 16. അപ്പോൾ ഇവിടെ എന്താ, ആസ് എക്സ് ഇൻക്രീസസ്, ഇവിടുന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, ആസ് എക്സ് ഇൻക്രീസസ് വൈയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ 0ന്റെ 1ന്റെ ഇടയിലുള്ള ഒരു നമ്പർ ഓർമ്മ, ഞാൻ 1/2 എടുക്കുകയാണ്. അപ്പോൾ y ഈക്വൽ ടു എന്താ, 1/2 റൈസ് ടു എക്സ് എന്നല്ലേ വരാം. ഇതേപോലെ നമ്മൾ എക്സ് വൈ ടേബിൾ വരക്കാന്ന് വിചാരിക്കും. അപ്പോൾ ആദ്യം ഞാൻ എക്സിന് എന്ത് കൊടുത്തു, 1 എന്ന് കൊടുത്തു, അപ്പോൾ y എന്താ 1/2. എക്സിന് 2 എന്ന് കൊടുത്താലോ 1/4. 3 എന്ന് കൊടുത്താലോ 1/8. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ആസ് എക്സ് ഇൻക്രീസസ് വൈ ഡിക്രീസസ്. അപ്പോൾ ഈ രണ്ട് കേസിലും നമ്മൾ പറയാം എക്സ് ഇൻക്രീസ് ചെയ്യുന്ന അതേ ഡയറക്ഷനിലാണ് വൈയും ഇൻക്രീസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് പറയും, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ, ഇത് നിങ്ങളിപ്പോൾ പഠിച്ചു വെച്ചോ, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഓക്കെ, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഇവിടെ എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ ഡിക്രീസ് ചെയ്യാണല്ലോ ഈ കേസിൽ, അപ്പോൾ നമ്മൾ പറയും സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ. അപ്പോൾ വൈൻ്റെ ബിഹേവിയർ വെച്ചിട്ടാണ് നമ്മൾ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ. സോ ഇതിന് രണ്ട് കേസിലും രണ്ട് ഗ്രാഫാണ് വരിക. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോഴുള്ള ഗ്രാഫ് എങ്ങനെയാണ് വരിക, എ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോഴുള്ള ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഓക്കെ, ദിസ് ഇസ് ഫോർ ദ കേസ് എ ഗ്രേറ്റർ ദാൻ 1. സോ ഇവിടെ എക്സ് ഇങ്ങനെ കൂടി കൂടി വരികയാണ് അല്ലേ. ഇവിടെ ഒരു x1 എടുത്തെന്ന് വിചാരിക്കും, അപ്പോൾ y ഈക്വൽ ടു എന്താണ്, ഇവിടെ ഒരു x2 എടുത്തെന്ന് വിചാരിച്ചോ. സോ ഇവിടെ
എന്താണ് x2 ഗ്രേറ്റർ ദാൻ x1. അപ്പോൾ x2 ഉള്ള ടൈമിൽ a റൈസ് ടു y എന്തായിരിക്കും a റൈസ് ടു x2. x1 കൊടുക്കുമ്പോൾ y എന്തായിരിക്കും a റൈസ് ടു x1. അതായത് ഫോർ x2 ഗ്രേറ്റർ ദാൻ x1 a റൈസ് ടു x2 ആയിരിക്കും എന്ത് a റൈസ് ടു x1നെക്കാട്ടും വലുത്. അങ്ങനെ ഒരു മീനിങ് കൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗിൽ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ഗ്രാഫ് തന്നെ നോക്കിയാൽ മതി. ഇവിടെ എക്സ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഉള്ള കേസിൽ ഇവിടെ എന്താ y1 ആണെന്ന് വിചാരിച്ചോ, this is y2. So y2 is definitely greater than y1. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്ന് പറയുന്നത്. സോ ഈ പോയിന്റ് ഏതായിരിക്കും y ആക്സിസിനെ കട്ട് ചെയ്യുക ഏത് പോയിന്റില്ല, അത് കണ്ടുപിടിക്കാൻ വേണ്ടി y ആക്സിസിൽ ഏത് പോയിന്റിൽ എക്സ് കോർഡിനേറ്റ് 0 ആണ് അല്ലേ. സോ y ഈസ് ഈക്വൽ ടു എന്താ പറയുക എക്സിന് 0 കൊടുത്താൽ a റൈസ് ടു 0 അതെന്താ 1 ആണ്. സോ 0,1 പാസ് ചെയ്യുന്ന ഗ്രാഫ് ആയിരിക്കും എന്ത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വരിക. ഇനി 0ന്റെ 1ന്റെ ഇടയിലുള്ള വാല്യൂ ആണ് ബേസിന് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ y എന്താ y is equal to 1/2 റൈസ് ടു എക്സ്. ആ കേസിലും 0,1 തന്നെ പാസ് ചെയ്യും. പക്ഷെ ഇവിടെ എന്താ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ബിഹേവിയർ ആണ് ഫംഗ്ഷന് ഉള്ളത്. ഓക്കെ, സോ അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇത് ശരിക്കും ആക്ച്വലി റഫ് സ്കെച്ച് ആണ്, താഴോട്ടേക്ക് വരിക ചെയ്യുക. ഓക്കെ, അതായത് നമ്മളൊരു x1 ലെസ് ദാൻ x2 എടുക്കുമ്പോൾ a റൈസ് ടു എന്താണ് x2 ആയിരിക്കും എന്ത് ചെറുത്. ഓക്കെ, a റൈസ് ടു x1 വലുതുമായിട്ടാണ് വരിക. സോ ഇതാണ് എന്ത് സ്ട്രിക്ട്ലി ഡിക്രീസിങ്ങിന്റെ കണ്ടീഷൻ. ഓക്കെ, സോ ഈ കേസിൽ എന്താ പറഞ്ഞത് a റൈസ് ടു x2 ആയിരുന്നു വലുത്, പക്ഷെ ഇവിടെ a റൈസ് ടു x1 ആണ് വലുത്. അതുകൊണ്ടാണല്ലോ സ്ട്രിക്ട്ലി ഡിക്രീസിങ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു x1 എടുക്കുക, ഇവിടെ ഒരു x2 എടുക്കുക. സോ ഇവിടെ ആക്ച്വലി y കുറവായിട്ടാണ് വരിക നമ്മൾ പ്രോപ്പറായിട്ട് സ്കെച്ച് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, സോ ഇനി നമ്മൾ ലോഗറിതം എന്നുള്ള ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ഇപ്പൊ നമ്മൾ ഇതുവരെ എന്താ കണ്ടത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഡീറ്റെയിൽസ് ആണ് കണ്ടത്. സോ ലോഗറിതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് a റൈസ് ടു എക്സ് ഈക്വൽ ടു ബി ആണെന്ന് വിചാരിക്കും. സോ നമ്മൾ ഇവിടെ നിന്ന് എന്ത് പറയും, ഇവിടെ എന്താ എനെ എക്സ് പവറിലേക്ക് റൈസ് ചെയ്തപ്പോൾ നമുക്ക് ബി എന്ന് കിട്ടി. സോ നമ്മൾ ഇതിനൊരു ഇൻവേഴ്സ് ആയിട്ട് എങ്ങനെയാ പറയാം, അതായത് ഇവിടെ ലോഗറിതംസ് ഡിഫൈൻ ചെയ്യുന്നത് ലോഗറിതം ഓഫ് ബി ടു ദ ബേസ് എ എന്താണെന്ന് പറയും, എക്സ് ആണെന്ന് പറയും. ഇതിന്റെ മീനിങ് എന്താ, എ എന്താണ് ഇവിടെ ബേസ് ആണ് അല്ലെ. ബേസിനെ ഏത് നമ്പറിലേക്ക് റേസ് ചെയ്താലാണ് ഈ ബി എന്നുള്ള ആൻസർ കിട്ടുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. സോ ഇതിനെ എക്സിലേക്ക് റേസ് ചെയ്താണ് നമുക്ക് ബി കിട്ടുക. ഓക്കെ, ഇപ്പോൾ പി റൈസ് ടു ക്യൂ ഈക്വൽ ടു ആർ ആണെന്ന് വിചാരിക്കുക. ഇതിനെങ്ങനെ ലോഗറിതംസിലേക്ക് കൺവേർട്ട് ചെയ്യാം, അതായത് ലോഗറിതം ഓഫ് എന്താണ് ആർ ടു ദ ബേസ് പി എന്താണെന്ന് പറയാൻ പറ്റും നമുക്ക്, ക്യൂ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതായത് പിനെ ഏത് പവറിലേക്ക് റേസ് ചെയ്താലാണ് ആറ് കിട്ടുക എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഒരു സെഡ് റൈസ് ടു വൈ ഈക്വൽ ടു സി ആണെന്ന് വിചാരിക്കും. ഇപ്പോൾ നമ്മൾ എന്ത് പറയും, ലോഗറിതം ഓഫ് സി ടു ദ ബേസ് സെഡ് എന്താണെന്ന് പറയും, വൈ ആണെന്ന് പറയും. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് കുറച്ച് നമ്പേഴ്സ് വെച്ചിട്ടുള്ള എക്സാമ്പിൾ എടുക്കാം. അതായത് ഇപ്പോൾ 2³ ഈക്വൽ ടു 8 ആണെന്ന് നമുക്കറിയാം. സോ ഇതെന്ത് ഇക്വേഷനാ, ഈ ടൈപ്പ് ഇക്വേഷൻ നമ്മൾ എന്താ വിളിക്കാം, എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ എന്നാ വിളിക്കുക. എന്താ വിളിക്കുക, എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, ഇതിനെ ലോഗറിതമിക് ഇക്വേഷനിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ, ഇതെങ്ങനെ ലോഗറിതംസിലേക്ക് കൺവേർട്ട് ചെയ്യാം, ലോഗറിതം ഓഫ് 8 ടു ദ ബേസ് 2 എന്താണെന്ന് നമ്മൾ പറഞ്ഞു, 3 ആണെന്ന് പറഞ്ഞു. അതായത് 2നെ ഏത് പവറിലേക്ക് റേസ് ചെയ്താൽ 8 കിട്ടുകയാണ് ചിന്തിക്കുന്നത്. അപ്പൊ തേർഡ് പവറിലേക്ക് റേസ് ചെയ്താലാണ് എന്ത് കിട്ടുക, 8 കിട്ടുക. ഇനിയിപ്പോ 2 റൈസ് ടു 5 ഈക്വൽ ടു എന്താണ് 32 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ലോഗറിതം ഓഫ് 32 ടു ദ ബേസ് 2 എന്താണ് 5 ആണെന്ന് പറയാൻ പറ്റും. സോ ഈ ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ എന്താ 5³ ഈക്വൽ ടു 125. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, കൺവേർട്ട് ദ ഫോളോയിങ് എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ ഇൻ ടു ലോഗറിതമിക് ഇക്വേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ എന്ത് ചെയ്യാം, a റൈസ് ടു എക്സ് ഈക്വൽ ടു ബി ആണ് നമ്മൾ എന്താ പറഞ്ഞത്, ലോഗറിതം ഓഫ് ബി ടു ദ ബേസ് എ ആണ് എക്സ്. അതേപോലെ എടുക്കുക. സോ ഇവിടെ ലോഗറിതം ഓഫ് 125 ടു ദ ബേസ് 5 എന്താണ് 3 ആണ്. അപ്പൊ 5നെ തേർഡ് പവറിലേക്ക് റേസ് ചെയ്തതാണ് 125. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, ഇവിടെ 10 റൈസ് ടു 4 എന്താ 10,000 ആണ്. അപ്പൊ നമ്മൾ എന്ത് പറയും, ലോഗറിതം ഓഫ് 10,000 ടു ദ ബേസ് 10 എന്താണെന്ന് പറയും, 4 ആണെന്ന് പറയും. ഓക്കെ, ഇവിടെ ഏതാ 10 സ്ക്വയർ 100 ആണ്. അപ്പൊ നമ്മൾ എന്ത് പറയും, ലോഗറിതം ഓഫ് 100 ടു ദ ബേസ് 10 എന്താടാ 2 ആണെന്ന് പറയും. 10നെ ഏത് പവറിലേക്ക് റേസ് ചെയ്താലും 100 കിട്ടുക, 2 പവർ സെക്കൻഡ് പവറിലേക്ക് റേസ് ചെയ്താലാണ് എന്ത് കിട്ടുക 100 കിട്ടുക. 3 റൈസ് ടു 5 ഈക്വൽ ടു 243. അപ്പൊ നമ്മൾ എന്ത് പറയും, ലോഗറിതം ഓഫ് 243 ടു ദ ബേസ് 3 എന്താടാ 5 ആണെന്ന് പറയും. അപ്പൊ 3നെ 5th പവറിലേക്ക് റേസ് ചെയ്താൽ 243 കിട്ടും. സോ ഇനി ഇവിടെ കുറച്ച്
നമ്മൾ ഇപ്പോൾ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേസാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ലോഗറിതമിക് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ എക്സ്പോണൻഷ്യലിലേക്ക് മാറ്റണം. സോ നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു, എ റൈസ് ടു എക്സ് ഈക്വൽ ടു ബി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ലോഗറിതം ഓഫ് ബി ടു ദ ബേസ് എ എന്താണെന്ന് പറയാൻ പറ്റും, എക്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണല്ലോ മീനിങ്. അപ്പൊ അതേപോലെ ഇതിനെ കൺവേർട്ട് ചെയ്യാനാ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു വേരിയബിൾ ആയിട്ട് കോൾ ചെയ്യാം. നമുക്കൊരു എക്സ് ആയിട്ട് തന്നെ എടുക്കാം. അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ പറ്റും, 2 റൈസ് ടു ഏതോ പവറാണ് 64, അങ്ങനെയല്ല ഇതിന്റെ മീനിങ്. അപ്പൊ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 2 റൈസ് ടു ഏതോ പവർ ഏതാ, അതാണ് എക്സ്. സോ 2 റൈസ് ടു എക്സ് ഈക്വൽ ടു 64. 2ന്റെ ഏത് പവറാ 64, സിക്സ്ത് പവർ അല്ലെ, എക്സ് ഈക്വൽ ടു 6 എന്നിട്ട് 2 റൈസ് ടു 5 32 ആണ്, 2 റൈസ് ടു 6 ആണ് 64. ഇനി ഇവിടെ നോക്കുക, ലോഗറിതം ഓഫ് 0.1 100 ടു ദ ബേസ് 0.1 ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ നമുക്ക് ഏത് വേരിയബിളും കോൾ ചെയ്യാം. ഇവിടെ ഞാൻ സെഡ് എന്നാണ് വിളിച്ചത്. അപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്താൻ പറ്റും, 0.1 റൈസ് ടു സെഡ് എന്താണ്, സെഡ് ആണ്, സെഡ് ആണ് 2 അല്ല. 0.1 റൈസ് ടു സെഡ് എന്താണ്, 100 ആണെന്ന് പറയാൻ പറ്റും. ഈ 0.1 എന്ന് പറഞ്ഞാൽ എന്താടാ, 10 റൈസ് ടു -1 അല്ലെ, റൈസ് ടു സെഡ് എന്താണ് 100. 100 എങ്ങനെ എഴുതാം, 10 സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. 10 റൈസ് ടു -z ഈക്വൽ ടു 10 സ്ക്വയർ, അല്ലെങ്കിൽ z ഈക്വൽ ടു -2 എന്ന് പറയാൻ പറ്റും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഈ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ ഇവിടെ ഇത് ഡിസ്കസ് ചെയ്തപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഐഡിയ കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അതായത് 1/x⁻n എന്താണ്, x⁻n ആണ്. ഓക്കെ, അത് 1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, x⁻0 അല്ലേ, x⁻0/x⁻n. അപ്പോൾ എന്ത് ചെയ്യുക, x⁻0 - n അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സോ ആ ഐഡിയയും നിങ്ങൾ മനസ്സിലുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇഫ് എക്സ് ഈക്വൽ ടു ലോഗറിതം ഓഫ് 625 ടു ദ ബേസ് √5 അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, √5 റൈസ് ടു എക്സ് എന്താണ് 625 ആണ്. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 625നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. അതിനാവശ്യമൊന്നുമില്ല, നിങ്ങൾക്കറിയാം ആയിരിക്കും എന്ത്, 5 റൈസ് ടു 4 ആണ് 625. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ 625നെ എന്ത് ചെയ്യാം, 5 കൊണ്ട് 5 പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ 125 വരും. 125നെ പിന്നെ 5 കൊണ്ട് ചെയ്താൽ 25 വരും. 25ന് 5 കൊണ്ട് ചെയ്താൽ 5 എന്ന് വരും അല്ലെ, 5ന് 5 കൊണ്ട് ചെയ്താൽ 1 എന്ന് വരും. സോ 625 ഈസ് ആക്ച്വലി എന്താ, 5 റൈസ് ടു 4 ഇൻറ്റു. ഓക്കെ, സോ ഇതിന് ഈ √5 എന്ന് പറഞ്ഞാൽ എന്താടാ, 5 റൈസ് ടു 1/2 അല്ലേ. അപ്പോൾ 5 റൈസ് ടു 1/2 ദ ഹോൾ റൈസ് ടു എക്സ് ഈസ് 625, അല്ലെങ്കിൽ 5 റൈസ് ടു x/2 ഈക്വൽ ടു 625 എന്താ 5 റൈസ് ടു 4. അപ്പോൾ ഇത് കറസ്പോണ്ടിങ് എന്ത് ചെയ്യുക, പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം അല്ലെ. x/2 ഈക്വൽ ടു 4, x ഈക്വൽ ടു 8 എന്ന്. ഓക്കെ, അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്മൾ ലോഗറിതമിക് ഫംഗ്ഷന്റെ ഗ്രാഫാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ a ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിട്ട് ഉണ്ടാവുക. സോ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയായിരിക്കും എന്ത് വരിക, a ഗ്രേറ്റർ ദാൻ 1 ഗ്രാഫ് വരിക. ഇവിടെ എന്താണ്, y കോർഡിനേറ്റ് 0 അല്ലേ. സോ ഈ പോയിന്റ് ആക്ച്വലി 1,0 ആയിരിക്കും. ഓക്കെ, അതായത് ലോഗറിതം ഓഫ് 1 ടു ദ ബേസ് a എന്താ, എന് ഏത് പവറിലേക്ക് റേസ് ചെയ്താൽ അവിടെ 1 ഇട്ടാ 0 അല്ല ഇട്ടാ, അങ്ങനെയാണ് അവിടെ y കോർഡിനേറ്റ് 0 ആയത്. ഓക്കെ, ഇവിടെ എന്താണ്, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. അതായത് ആസ് എക്സ് ഇൻക്രീസസ് y ഓൾസോ ഇൻക്രീസസ്. ഇനി നമ്മൾ 0ന്റെ 1ന്റെ ഇടയിലാണ് ബേസിന്റെ വാല്യൂ എങ്കിൽ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ബിഹേവിയർ ആണ്. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവുക. ഈ പോയിന്റ് ഏതായിരിക്കും, 1,0 തന്നെ ആയിരിക്കും. ഓക്കെ, സോ ആ ഐഡിയയും നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കും. ഇനി നമുക്ക് എന്തുണ്ട്, കൺവേർട്ട് ദ ഫോളോയിങ് ഇൻ ടു ലോഗറിതമിക് ഫോം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 3 റൈസ് ടു -2 ഈക്വൽ ടു 1/9. ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ലോഗറിതം ഓഫ് 1/9 ടു ദ ബേസ് 3 എന്തായിരിക്കും, -2 ആയിരിക്കും. അതായത് 3നെ -2ലേക്ക് റേസ് ചെയ്താലാണ് എന്ത് ഇട്ടുക, 1/9 ഇട്ടുക. ഇത് നോക്കടാ, 8 റൈസ് ടു 2/3 ഈക്വൽ ടു 4. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും, ലോഗറിതം ഓഫ് 4 ടു ദ ബേസ് 8 എന്താണ്, 2/3 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ 16 റൈസ് ടു -1/2 എന്താ, 1/4. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ലോഗറിതം ഓഫ് 1/4 ടു ദ ബേസ് 16 എന്താണ്, -1/2 ആണ്. സോ ഇവിടെ എന്താ, e³ ഈക്വൽ ടു 20.085. അപ്പോൾ എന്ത് പറയാൻ പറ്റും, ലോഗറിതം ഓഫ് 20.085 ടു ദ ബേസ് e എന്താണ്, 3 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ എന്താ, കൺവേർട്ട് ദി ഫോളോയിങ് ഇൻ ടു എക്സ്പോണൻഷ്യൽ ഫോം. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്യൂ ആയിട്ട് വിളിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ വിളിക്കാം, ഞാൻ അവിടെ ക്യൂ ആയിട്ട് വിളിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, 2 റൈസ് ടു q ഈക്വൽ ടു 32. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ എന്താ, q മസ്റ്റ് ബി 5.
ഇവിടെ ലോഗറിതം ഓഫ് 3 ടു ദ ബേസ് 27 ഇതിനെ ഒരു r ആയിട്ട് വിളിക്കാം. അപ്പം എന്ത് കിട്ടും? 27 ടു ദ ബേസ് r എന്താണ്? 3 ആണ്. ഈ 27 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ക്യൂബ് അല്ലേ? ഇപ്പൊ 3 ക്യൂബ് ദ ഹോൾ റൈസ് ടു r ഈക്വൽ ടു 3, അല്ലെങ്കിൽ 3 റൈസ് ടു 3r ഈക്വൽ ടു 3. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? കറസ്പോണ്ടിങ് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. 3r ഈക്വൽ ടു 1, r ഈക്വൽ ടു 1/3. സിമ്പിൾ അല്ലേ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലോഗറിതം ഓഫ് 512 ടു ദ ബേസ് 64. 64ന്റെ ഏത് പവറാണ് എന്ത്? 512 എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. സോ ഇതിനെ നമുക്കൊരു എന്തായിട്ട് വിളിക്കാം? ക്യൂ ആയിട്ട് വിളിക്കാം. 64 റൈസ് ടു ക്യൂ എന്താണ്? 512 ആണ് നമുക്ക് പറയാൻ പറ്റും. ഈ 64 എന്താടാ? 2 റൈസ് ടു 6 അല്ലേ? അല്ലേ? 2 റൈസ് ടു 6 ഹോൾ റൈസ് ടു ക്യൂ ഈക്വൽ ടു ഈ 512 എന്താ? 2 റൈസ് ടു 9 ആണ് അല്ലേ? 2 റൈസ് ടു 9 നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ 2 റൈസ് ടു 6 ക്യൂ എന്നാവും. ഇതിപ്പോൾ 6 ക്യൂ ഈക്വൽ ടു 9, ക്യൂ ഈക്വൽ ടു 9/6. അപ്പോൾ 3നെ കൊണ്ട് കട്ട് ചെയ്താൽ എന്ത് വരും? 3 വരും. ഇവിടെ 2 വരും അല്ലേ? അപ്പോൾ 64 റൈസ് ടു 3/2 ആണ് 512. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? 64 റൈസ് ടു 3/2 എന്ന് പറഞ്ഞാൽ 64 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 64 ആണല്ലോ. അപ്പോൾ 64 ഇൻറ്റു 8 വരും അല്ലേ? 3 43 512 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺഫേം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മളേം ചെയ്യുന്നത്. ഓക്കെ, സോ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലോഗറിതം ഓഫ് 32 ഇൻറ്റു 5th റൂട്ട് ഓഫ് എന്താണ്? 4 ടു ദ ബേസ് 2 റൂട്ട് 2. ഇതിനെ നമ്മളൊരു y എന്ന് വിളിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൻ പറ്റൂടാ? ഒന്നുമില്ല, ഇത് കണ്ടിട്ട് പേടിക്കരുത്. 2 റൂട്ട് 2 റൈസ് ടു y എന്തെന്ന് പറയാൻ പറ്റും? 32 ഇൻറ്റു 5th റൂട്ട് ഓഫ് 4 അല്ലെ? അപ്പൊ അതെന്താണ്? ഈ 5th റൂട്ട് ഓഫ് 4 എന്താ? നമുക്ക് 4 റൈസ് ടു 1/5 എന്ന് എഴുതാം അല്ലേ? അല്ലെങ്കിൽ ഇതിനെ 2, ഈ 32നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2 റൈസ് ടു 5 എന്ന് എഴുതാൻ പറ്റുമല്ലോ. ഇതേപോലെ ഈ 4നെ നമുക്ക് എന്ത് എഴുതാം? 2 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും അല്ലെ? 2 സ്ക്വയർ ഹോൾ റൈസ് ടു 1/5, അല്ലെങ്കിൽ 2 റൈസ് ടു 2/5 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇതൊന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ 2 റൂട്ട് 2 ദി ഹോൾ റൈസ് ടു y ഈക്വൽ ടു 2 റൈസ് ടു 5 ഇൻറ്റു 2 റൈസ് ടു 2/5 അല്ലെ? സോ ഈ റൂട്ട് 2 എന്ന് പറഞ്ഞാൽ എന്താ? 2 റൈസ് ടു 1/2. അപ്പോൾ ഇവിടെ എന്ത് വരും? 2 ഇൻറ്റു 2 റൈസ് ടു 1/2 ദ ഹോൾ റൈസ് ടു y 2 റൈസ് ടു 5 ഇൻറ്റു 2 റൈസ് ടു 2/5. ഓക്കെ, സിമ്പിൾ. അപ്പൊ 1 പ്ലസ് 1/2 എന്താ? ഇത് 1 അല്ലേ? അപ്പൊ എന്ത് വരും? 2 റൈസ് ടു 3/2 y എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു 27/5 അല്ലെ? അപ്പോൾ 3y/2 ഈക്വൽ ടു 27/5. ഇവിടെ ഒരു 3 കട്ട് ചെയ്താളെ. അപ്പൊ ഇവിടെ എന്ത് വരും? 27/3 തന്നെ ആയി. അപ്പോൾ y ഈസ് ഈക്വൽ ടു 18/5 എന്നാണ് നമുക്ക് കിട്ടുക. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടാൽ എന്ത് ചെയ്യരുത്? പേടിക്കരുത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ ഇത് നോക്കണം. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് കോപ്പി ചെയ്യട്ടെ. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുക്കാം. ഓക്കെ, സോ ഇതെന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ 2 ലോഗരിതം ഉണ്ട് അല്ലെ? ഈ അകത്തെ ലോഗരിതം എന്താ? ഇത് നമുക്ക് ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം അല്ലെ? അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാവും. അകത്തെ ലോഗരിതം എന്താ? ലോഗരിതം ഓഫ് 81 ടു ദ ബേസ് 3. ഇതിനെ ഞാൻ ക്യൂ എന്ന് വിളിക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്ത് കിട്ടും? 3 റൈസ് ടു ക്യൂ ഈക്വൽ ടു 81. അപ്പോൾ ക്യൂ എന്തായിരിക്കും? 3 റൈസ് ടു 3 27, 3 റൈസ് ടു 4 ആണ്. അപ്പൊ ക്യൂ ഈക്വൽ ടു 4 എന്ന്. സോ ഈ ആൻസർ എടുത്ത് ഇവിടെ കൊടുത്തോ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ലോഗറിതം ഓഫ് 2 ടു ദ ബേസ് 4 ടു ദ ബേസ് 2 അല്ലെ? 4 ടു ദ ബേസ് 2 അതെന്താണ്? 2 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 2 ആണെന്ന് കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ നിങ്ങൾ ചെയ്തു പിടിക്കാം. ഇനി എന്തുണ്ട്? പ്രോപ്പർട്ടീസ് ഓഫ് ലോഗറിതം. സോ ഇതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി, ലോഗറിതം ഓഫ് എ ടു ദ ബേസ് എ അല്ലെ? ബേസും ആർഗ്യുമെന്റും സെയിം ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? എന് ഏത് പവറിലേക്ക് റീച്ച് ചെയ്താൽ എ കിട്ടുക? 1 അല്ല. ഇതെങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ആണെന്ന് അറിയില്ലെങ്കിൽ ഇതിനെ നിങ്ങളൊരു z എന്ന് വിളിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? എ റൈസ് ടു z അല്ലെങ്കിൽ എക്സ് എന്തെങ്കിലും വിളിച്ചോ. എ റൈസ് ടു എക്സ് ഈക്വൽ ടു എ. സോ എക്സിന്റെ വാല്യൂ എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? ലോഗറിതം ഓഫ് എ ടു ദ ബേസ് എ എന്താണെന്ന് പറയുന്നത്? 1 ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിലുള്ള സെക്കൻഡ് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ, ലോഗറിതം ഓഫ് 1 ടു ദ ബേസ് എ ഇല്ലേ? ഇതെന്തായിരിക്കും? എന് ഏത് പവറിലേക്ക് റേസ് ചെയ്താലാണ് 1 കിട്ടുക? 0. സോ അത് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി, ലോഗറിതം ഓഫ് m ടു ദ ബേസ് എ പ്ലസ്
ലോഗറിതം ഓഫ് എൻ ടു ദ ബേസ് എ. ഇതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ലോഗറിതം ഓഫ് എം ഇൻറ്റു എൻ ടു ദ ബേസ് എ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് കണ്ടാൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. നമുക്കിതൊന്ന് ഡീറ്റെയിൽഡ് ആയി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇതിനെ ഞാനൊന്ന് കോപ്പി ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. അവിടെ ഇതിന്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിന് ഞാനൊരു ലെറ്റ് ലോഗറിതം ഓഫ് എം ടു ദ ബേസ് എ എന്ന് ഞാനൊരു ക്യൂ ആക്കിയിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഇതിന്ന് എനിക്ക് എന്ത് എഴുതാൻ പറ്റും? എ റൈസ് ടു ക്യൂ എന്താണ്? എം ആണെന്ന് എഴുതാൻ പറ്റും ബൈ ഡെഫിനിഷൻ ഓഫ് ലോഗറിതം. അതേപോലെ ലോഗറിതം ഓഫ് എൻ ടു ദ ബേസ് എ ഇല്ലേ, ഇതിനെ ഞാനൊരു ആറാണെന്ന് വിളിക്കുകയാണ്. അപ്പം എനിക്ക് എന്ത് എഴുതാൻ പറ്റും? എ റൈസ് ടു ആർ ഈക്വൽ ടു എൻ എന്ന് എഴുതാൻ പറ്റുമല്ലോ. ഇത്രയും കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ആണ്. ഇതിനൊരു 1 എന്ന് വിളിക്കുന്നു, ഇതിനൊരു 2 എന്ന് വിളിക്കുന്നു. അപ്പോൾ 1 ഇൻറ്റു 2 ചെയ്യുകയാണെങ്കിൽ എം ഇൻറ്റു എൻ ഈക്വൽ ടു എ റൈസ് ടു ക്യൂ ഇൻറ്റു എ റൈസ് ടു ആർ എന്ന്. അല്ലെങ്കിൽ എം എൻ ഈക്വൽ ടു എന്താ? എ റൈസ് ടു ക്യൂ പ്ലസ് ആർ. സോ ഇവിടുന്ന് നമുക്ക് ബൈ ഡെഫിനിഷൻ ഓഫ് ലോഗറിതം ഇതാണ്. ബൈ ഡെഫിനിഷൻ ഓഫ് ലോഗറിതം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ലോഗറിതം ഓഫ് അല്ലെ എ റൈസ് ടു എക്സ് ഈക്വൽ ടു ബി ആണ് നമ്മൾ എന്താ പറയുന്നത്? ലോഗറിതം ഓഫ് ബി ടു ദ ബേസ് എ ആണ് എക്സ്. അതേപോലെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ലോഗറിതം ഓഫ് എം എൻ ടു ദ ബേസ് എ എന്താണ്? ക്യൂ പ്ലസ് ആർ ആണെന്ന് പറയാൻ പറ്റും അല്ലെ. ഇവിടെ ക്യൂ എന്താ? ലോഗറിതം ഓഫ് എം ടു ദ ബേസ് എ ആണ് അല്ലെ. ലോഗറിതം ഓഫ് എം ടു ദ ബേസ് എ. എൻ ആർ എന്താ? ലോഗറിതം ഓഫ് എൻ ടു ദ ബേസ് എ. ഇതാണ് ഇതിന്റെ പ്രൂഫ്. ഇതേപോലെ വേറൊരു റിസൾട്ട് കൂടെ ഉണ്ട്. ഇതിന്റെ പ്രൂഫ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ വേറൊരു പ്രൂഫ് ഉണ്ട്. എന്ത്? ഇവിടെ പ്ലസ് ചെയ്യുന്ന പകരം മൈനസ് ഇടാം. ഓക്കെ, ലോഗറിതം ഓഫ് എം ടു ദ ബേസ് എ മൈനസ് ലോഗറിതം ഓഫ് എൻ ടു ദ ബേസ് എ. ഇതെന്താ വരിക? ലോഗറിതം ഓഫ് എം ബൈ എൻ ടു ദ ബേസ് എ എന്നാ വരിക. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇതിനൊരു ആർ എന്ന് വിളിക്കാം, ഇതിനെ ക്യൂ എന്ന് വിളിച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത സെയിം റിസൾട്ട് യൂസ് ചെയ്താൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് ആ ഐഡിയയിൽ എത്താൻ പറ്റും. ലോഗറിതത്തിന്റെ അടുത്ത പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ലോഗറിതം ഓഫ് എം റൈസ് ടു ആർ ടു ദ ബേസ് എ. ഇതിനെ നമുക്ക് എന്ത് ചെയ്താൻ പറ്റുന്ന അറിയോ? ആർ ടൈംസ് ലോഗറിതം ഓഫ് എം ടു ദ ബേസ് എഴുതാൻ പറ്റും അത്ര. സോ ഇതിന് റിസൾട്ട് എങ്ങനെ പ്രൂവ് ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ ലോഗറിതം ഓഫ് എം ടു ദ ബേസ് എനെ ഒരു എക്സ് ആയിട്ട് അങ്ങാണ്ട് വിളിച്ചോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? ബൈ ഡെഫിനിഷൻ ഓഫ് ലോഗറിതം എ റൈസ് ടു എക്സ് ഈക്വൽ ടു എം ആണ് അല്ലെ. എ റൈസ് ടു എക്സ് ഈക്വൽ ടു എം ആണ്. സോ ഇതിനെ ഞാൻ ഒരു ആർത്ത് പവറിലേക്ക് റേസ് ചെയ്യണേ. അപ്പൊ എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? എ റൈസ് ടു എക്സ് ഹോൾ റൈസ് ടു ആർ ഈക്വൽ ടു എം റൈസ് ടു ആർ അല്ലെ. അല്ലെങ്കിൽ ഇതിനെ എന്ത് ചെയ്താൻ പറ്റും? എ റൈസ് ടു എക്സ് ആർ അല്ലെ, എക്സ് ഇൻറ്റു ആർ ഈക്വൽ ടു എം റൈസ് ടു ആർ. അല്ലെങ്കിൽ എ റൈസ് ടു എക്സ് പ്ലസ് ആർ എന്ന് എഴുതാൻ പറ്റും ഈക്വൽ ടു എം റൈസ് ടു ആർ. ഇപ്പൊ നമുക്ക് ഇതിന്ന് എന്താ എഴുതാൻ പറ്റടാ? ലോഗറിതം ഓഫ് എം റൈസ് ടു ആർ ടു ദ ബേസ് എ എന്താ? എക്സ് പ്ലസ് ആർ ആണെന്ന് എഴുതാൻ പറ്റും അല്ലെ. ഇവിടെ എക്സ് എന്തായിരുന്നു? എക്സ് പ്ലസ് ആർ അല്ലെങ്കിൽ എക്സ് ഇൻറ്റു ആർ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഈ സ്റ്റെപ്പിലേക്ക് പോകണമെന്നില്ല. ഇവിടുന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ലോഗറിതം ഓഫ് എം റൈസ് ടു ആർ ടു ദ ബേസ് എ എന്താ? എക്സ് ഇൻറ്റു ആർ ആണ്. ഓക്കെ, എക്സ് ഇൻറ്റു ആർ ആണ്. അപ്പോൾ എക്സ് എന്തായിരുന്നു? ലോഗറിതം ഓഫ് എം ടു ദ ബേസ് എ ടൈംസ് ആർ. സോ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണ്ട, അവിടെ തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഈ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള വേറൊരു റിസൾട്ട്, അത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ്. അതായത് ലോഗറിതം ഓഫ് എന്താണ് റിസൾട്ട്? ശ്രദ്ധിച്ചോളെ. ലോഗറിതം ഓഫ് എം ടു ദ ബേസ് എ റൈസ് ടു ആൽഫ വന്നു കഴിഞ്ഞാൽ ഇത് റിസൾട്ട് എങ്ങനെയാണ് വരുന്നത് അറിയോ? 1/ആൽഫ ടൈംസ് ലോഗറിതം ഓഫ് എം ടു ദ ബേസ് എ ആണ് പറയുന്നത്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഇതേപോലെ ഇത് രണ്ടിനും പവർ വരുമെന്ന് വിചാരിച്ചോളെ. അതായത് ലോഗറിതം ഓഫ് എം ടു ദ ബേസ് എം റൈസ് ടു ആൽഫ ടു ദ ബേസ് ആർ റൈസ് ടു ബീറ്റ എന്ന് വിചാരിച്ചോ. ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ റിസൾട്ട് എങ്ങനെ വരുമെന്ന് അറിയോ? ഈ വേരിയബിൾസിൽ മാറ്റർ ചെയ്യുന്നില്ല. എങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ആർ റൈസ് ടു ബീറ്റക്ക് പകരം ആറാന്ന് വിചാരിക്കും. അപ്പോൾ ലോഗറിതം ഓഫ് എം റൈസ് ടു ആൽഫ ടു ദ ബേസ് ആർ എന്തായിരിക്കും? ആൽഫ പുറത്തേക്ക് വരും അല്ലേ. ആൽഫ ഇൻറ്റു പറഞ്ഞിട്ടല്ലേ നിങ്ങൾ എഴുതുക. സോ ഇവിടെ ഡിവൈഡഡ് ബൈ ബീറ്റ വരും. അതെന്തുകൊണ്ടാണ്? ആറിന് ബീറ്റ പവർ ഉള്ളതുകൊണ്ട്. സോ ഇൻറ്റു ആൽഫ ബൈ ബീറ്റ ഇൻറ്റു ലോഗറിതം ഓഫ് എം ടു ദ ബേസ് ആർ. ഇത് നേരത്തെ പോലെ തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും, ഈ 1/ആൽഫ എന്ന പ്രൂഫ്. ഓക്കെ, ഇനി നമുക്ക് വേറെ ഏതൊരു ബേസിലേക്കും ലോഗറിതത്തിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത്
ലോഗറിതം ഓഫ് എം ടു ദ ബേസ് എ ഇല്ലേ, ഇതിന് നമുക്ക് വേറെ ഏത് ലോഗിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ലോഗറിതം ഓഫ് എം നമ്മൾ ഏത് ലോഗിലേക്കാണോ കൺവേർട്ട് ചെയ്യുന്നത്, ഏത് ബേസിലേക്കാണോ കൺവേർട്ട് ചെയ്യുന്നത്, അവിടെ ബേസ് ആയിട്ട് ഇടുക. അവിടെ സി ആണെന്ന് വിചാരിച്ചോ, ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക, ഈ ഇവിടുത്തെ ബേസിനെ എന്ത് ചെയ്യുക, സെയിം ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ലോഗറിതം ഓഫ് എ ടു ദ ബേസ് സി. മനസ്സിലായോ? രണ്ടിനെ നമ്മൾ സി ആക്കി ബേസ് ആക്കി മാറ്റി. സോ ഇതാണ് ഇതിന്റെ പ്രൂഫ്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ തന്നെ ലോഗറിതം ഓഫ് എം ടു ദ ബേസ് എ ഇല്ലേ, ഇതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന അറിയോ? 1 ലോഗറിതം ഓഫ് എ ടു ദ ബേസ് എം എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ പറഞ്ഞില്ലേ, ഏത് ബേസിലേക്കും നമുക്ക് മാറ്റാന്നേ. അപ്പോൾ ഇവിടെ ഞാൻ ഏതിലേക്കാണ് മാറ്റുന്നത്? എമ്മിലേക്ക് തന്നെയാണ് മാറ്റുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇത് ആക്ച്വലി എങ്ങനെ സിംപ്ലിഫൈ ചെയ്യുന്ന വെച്ചാൽ ലോഗറിതം ഓഫ് എം ടു ദ ബേസ് എം ഡിവൈഡഡ് ബൈ ലോഗറിതം ഓഫ് എ ടു ദ ബേസ് എം. അപ്പോൾ ഇതെന്താ? ലോഗറിതം ഓഫ് എം ടു ദ ബേസ് എം എന്താ 1 അല്ലേ. സോ അങ്ങനെയാണ് ഇത് ഈ റിസൾട്ട് വരുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. സോ ഇത്രയൊക്കെയാണ് എന്ത് പ്രോപ്പർട്ടീസ് ഓഫ് ലോഗറിതത്തിൽ മെയിനായിട്ട് വരുന്ന ഐഡിയാസ്. സോ ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. അതിന് മുമ്പേ ലോഗറിതത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലോഗറിതം ഓഫ് എക്സ് ടു ദ ബേസ് എന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ എന്താണെന്ന് അറിയോ? എക്സ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0, എക്സ് മസ്റ്റ് ബി പോസിറ്റീവ്. ഓക്കെ, ഈ ബേസ് എന്തായിരിക്കണം? ബേസും പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, എയും പോസിറ്റീവ് ആയിരിക്കണം. അതേപോലെ എ എന്താ പറ്റില്ല? 1 ആവാൻ പറ്റില്ല. ഓക്കെ, എ 1 ആവാൻ പറ്റില്ല. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഒരു ബിഹേവിയർ ആണ്, 0ൻ്റെ 1ൻ്റെ ഇടയിലാണ് ബേസ് എങ്കിൽ വേറൊരു ബിഹേവിയർ ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ബാക്കി ക്വസ്റ്റ്യൻസ്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.